ഇന്ന് നമ്മൾ എടുക്കുന്നത് നൂനുസാക്കിന തൻവീനിലെ ഇദ്ഗാമാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നത് പിന്നെ എന്തായിരുന്നു, ഇദ്ഹാറായിരുന്നു. അതാണ് ഇപ്പൊ നമ്മൾ ഈ ചാർട്ട്, നിങ്ങൾ ആരും ചാർട്ടിൽ ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതില് എന്റെ പിന്നെ വിഷമവും പ്രയാസവും ഒക്കെ അറിയിക്കുകയാണ്. ഒരു ഗ്രൂപ്പിൽ ഇന്നല്ലല്ലോ ചെയ്യേണ്ടത്, അത് അപ്പം തന്നെ ചെയ്യണ്ടേ. നിങ്ങൾ എന്നാ ചെയ്തത്? അപ്പൊ ഞാൻ നോക്കാത്തതിനെ കൊണ്ട് അല്ല, ഇന്നാണ് കുറെ ആൾക്കാർ പോസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോ അവസാന നിമിഷം കുറെ പേപ്പറുകൾ കിട്ടണ്ടേ സാറേ? ഇല്ല, ഞാൻ ശരിയാ അത് അന്ന് തന്നെ എഴുതാൻ തുടങ്ങിക്കണേ. പിന്നെ ഖുർആൻ തരാണല്ലോ. ഞങ്ങൾ നോക്കി തെരഞ്ഞിട്ട് കുറച്ച് കിട്ടിയതൊക്കെ എഴുതി, പിന്നെ കിട്ടിയില്ല. ഇത് ആകെ കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് കിട്ടല്ലോ. ഒന്ന് കൃത്യമായിട്ട് ഓതി കഴിഞ്ഞാൽ അതിനിപ്പോ നമ്മൾ എന്നും ഓതൂലേ? ഓതുമ്പോ സൂറത്ത് ബക്കറ കൊണ്ട് ഓതാൻ തുടങ്ങിയാൽ മതി, ഇങ്ങനെ വരും ഇടപെടപെടോന്ന് ഇറങ്ങിയിട്ട്. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാരും എഴുതിക്കണല്ലോ, അൽഹംദുലില്ലാ. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാ. ഒക്കെ ശുക്രൻ ജസാക്കല്ലാ. ഇതാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ആഴ്ച. നൂനു സാക്കിന വ തൻവീനിന് ശേഷം ഇൽഹാർ സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പൊ ഇൽഹാർ സംഭവിക്കുന്നത് തൊണ്ടേണ്ട അക്ഷരം വരുമ്പോഴാണ്. അതായത് നൂനു സാക്കിനയോ തൻവീനിനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ ഹൽക്കിന്റെ ഹർഫുകളായ ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ, ഈ 6 അക്ഷരങ്ങൾ ഉടൻ, അതായത് നൂനു സാക്കിനയോ തൻവീനിനോ ശേഷം വരികയാണെങ്കിൽ ആ നൂനു സാക്കിനെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം. യൻ ഔന ഫമൻ അസ്ലമ, ഫമൻ അസ്ലമ എന്നൊന്നും പാടില്ല. ഫമൻ അസ്ലമ എന്ന്. അതേപോലെ യൻ ഹൗന അൻ അത് എൻ ഔന എന്നെ ഉള്ളൂല്ലേ ആ വേർഡ്. വേറൊരു വേർഡ് നോക്കിയിട്ട് കാണില്ല ഹംസ വരുന്നത്. വേറെ കാണില്ലല്ലേ? ഞാനതന്നെ എഴുതി. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നോക്കാം, നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ നമ്മളൊക്കെ കുറെ തപ്പി നോക്കി അവസാനം അതന്നെ എഴുതണ്ടെന്ന്. അപ്പൊ അതെന്നെ ഉള്ളൂ, അതന്നെ കാണുന്നുള്ളൂ. അതാണ് കാണുന്നത്. കാരണം ഞാൻ അൽബക്കറ മാത്രമൊന്നല്ല, കുറേ ഒന്നും എഴുതിയില്ല. ഓക്കെ. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം ഇൻഷാ അല്ലാ. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഹോംവർക്ക് നിങ്ങൾക്ക്, നിങ്ങളെ ഹോംവർക്ക് ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോ ഇതേപോലെ നമ്മൾ ആ ഒരു തൻവീനും നൂനു സാക്കിനക്ക് ശേഷം തൊണ്ടന്റെ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അത് ഇൽഹാർ, നൂനിനെ വെളിവാക്കി, അല്ലെങ്കിൽ തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ ശബ്ദമാണ് കേട്ടോ. ഹാഷിദിൻ അല്ലെങ്കിൽ സലാമുൻ കേൾക്കുന്ന മിൻ എന്ന് പറയുമ്പോൾ സലാമുൻ എന്ന് പറയുന്ന ആ നൂനാണ്. രണ്ടും സെയിം തന്നെയാണ്. ഒന്ന് തൻവീൻ എന്ന് പറയപ്പെടുന്നു, ഒന്ന് നൂനു സാക്കിനാണ്. അപ്പൊ രണ്ടും പ്രത്യക്ഷത്തിൽ തൻവീനും നൂനു സാക്കിനയും ഒന്ന് തന്നെയാണ്. നൂനിന്റെ ശബ്ദമാണല്ലോ, സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമാണ്. അപ്പൊ അതിന് ശേഷമുള്ള ഒന്നാമത്തെ നിയമമാണ് നമ്മൾ പഠിച്ചത്, ഇൽഹാറാണ്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് നൂനു സാക്കിനയിൽ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ് ഇൻഷാ അല്ലാ. നൗഷാദ് സാർ കേറിയോ? കേട്ടില്ല. ഇപ്പൊ കേറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നൂനു സാക്കിന തൻവീനിന് ശേഷം വരുന്ന ഹർഫുകളായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് പിന്നെ അത് 28 അക്ഷരങ്ങൾ വരുന്നതനുസരിച്ച് 4ആയിട്ട് ആ നിയമങ്ങളെ ഭാഗിച്ചിട്ടുണ്ട്. 4 നിയമങ്ങളാണ്. ഒന്ന് ഇൽഹാർ, 2 ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്. ഇത് ഓർഡറൊക്കെ തെറ്റിക്കുന്ന നിങ്ങൾ ഇതാക്കണ്ട. ഏതായാലും 4 റൂള്: ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, അല്ലെങ്കിൽ ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് പഠിക്കാം. ഇങ്ങനെ 4 നിയമങ്ങളാണുള്ളത്. അപ്പോ നൂനു സാക്കിന വ തൻവീൻ എത്ര നിയമങ്ങളുണ്ട്, അവയേവ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അത് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ നൂനു സാക്കിന തൻവീനിലെ ഇൽഹാറിന്റെ ഹർഫുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. തൊണ്ടയുടെ ഹുറൂഫുൽ ഹൽക്ക്, തൊണ്ടയുടെ അക്ഷരങ്ങൾ ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ.
ഈ 6 ഹർഫുകളാണെന്ന് പഠിച്ചു. അപ്പോ നൂനു സാക്കിന തൻവീൻ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു. രണ്ടാമത്തേതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ഗാമാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലയിപ്പിക്കുക എന്നാണ്. ഒന്നിനെ ഒന്നിലേക്ക് ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് നൂനു സാക്കിനെ എന്ത് ചെയ്യാണ്, അടുത്ത് വരുന്ന കുറച്ച് ലെറ്ററുകൾ ഉണ്ട്. ആ ലെറ്റർ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇതിൽ കുറച്ച് ലെറ്ററുകൾ ഉണ്ട്. ആ ലെറ്ററിലേക്ക് നൂനിനെ ഇദ്ഗാം ചെയ്യാം. ഇദ്ഗാം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിലല്ല ഇദ്ഗാം ഷഫഈ അങ്ങനെ പലതും ഉണ്ടല്ലോ അല്ലേ? നമ്മള് ഇദ്ഗാം 2 തരത്തിൽ ഇദ്ഗാം പല തരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നൂനു സാക്കിന തൻവീനിന്റെ ഇദ്ഗാം ആട്ടോ. ഇദ്ഗാം വേറെയും വരാനുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇദ്ഗാമിന്റെ വേറൊരു ടോപ്പിക് തന്നെ വരാനുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ മീമു സാക്കിനക്ക് ഇദ്ഗാം സംഭവിക്കുന്നത് പോലെ നൂനു സാക്കിന തൻവീനിൽ ഇദ്ഗാം ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഇദ്ഗാം മുത്തഖാരിബൈന്, മുത്തജാനിസൈന്, മുത്തമാസിലൈന് എന്ന് പറഞ്ഞിട്ട് വേറെ വരാനുണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും. അത് വേറൊരു ടോപ്പിക് തന്നെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ നൂനു സാക്കിന തൻവീൻ ആയതുകൊണ്ട് ഇത് മാത്രമാണ് പഠിക്കുന്നത്. അസ്സലാമു അലൈക്കും. അത് നിങ്ങൾ യർമലൂന എന്ന് വായിച്ചു, അല്ലെങ്കിൽ യർമുലൂന എന്ന് വായിച്ചു, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. യർമുലൂന അക്ഷരങ്ങളെ ചേർത്ത് വെച്ചു എന്ന് മാത്രം. ഓക്കെ. മീമ്, ലാമ്, വാവ്, നൂന്, ഈ 6 അക്ഷരങ്ങളാണ് നൂനു സാക്കിനക്ക് ശേഷം തൻവീന് ശേഷം വരുന്നതെങ്കിൽ ഇദ്ഗാം ചെയ്യപ്പെടും. ഇദ്ഗാം എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾ മീമു സാക്കിന പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ അതിനും സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇദ്ഗാം, അദ്ഗമ, യുദ്ഗിമു, ഇദ്ഗാം, മുദ്ഗം, തഹജീമ്പോഴൊക്കെ നൂൻ സാക്കിന മുദ്ഗമ, മീം സാക്കിന മുദ്ഗമ, ലാം ശംസിയ മുദ്ഗമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുക്കൂനുള്ള ഒരക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി ഇദ്ഗാം എന്ന് പറയാം. സുക്കൂനുള്ള അക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരം, അതായത് ഹർഫുൻ സാക്കിൻ ഹർഫ് മുതഹരിക്കിലേക്ക് ലയിക്കുന്നതിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടെ പരിശോധിച്ച് നോക്കാം. ഈ ഇദ്ഗാമിനെ നമ്മൾ 2 ആയിട്ട് തിരിക്കുകയാണ്. ഇദ്ഗാം പ്രധാനമായിട്ട് 3 ടൈപ്പാണുള്ളത്. പിന്നെ ആ ഇദ്ഗാമുകൾ ഏതും ഇദ്ഗാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അത് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യും. ഇദ്ഗാമിന്റെ സ്വഭാവമാണ് ഈ പറയുന്ന 2 സ്വഭാവം കാണാം. അതായത് ഒന്ന് ബിഗുന്ന, മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക, ലയിപ്പിക്കുക. കാരണം നൂനാണല്ലോ മറ്റേ അടുത്ത അക്ഷരത്തിൽ ഇദ്ഗാം ആകുന്നത്. അപ്പൊ ആ നൂനിന്റെ ശബ്ദം ഒരു മണിക്കലായിട്ട് വരണം. അതേപോലെ ഇദ്ഗാം ബിലാഹുന്ന, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അങ്ങനെ 2 രീതിയിൽ 6 അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞത് യർമലൂന. ഈ 6 അക്ഷരങ്ങളിൽ 4 എണ്ണത്തിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ഗാം ബിഗുന്നയും, ബാക്കി 2 എണ്ണത്തിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ഗാം ബിലാ ഗുന്നയുമാണ്, അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന എന്നും പറയാം. ബിഗൈരി ഗുന്ന. ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും അക്ഷരം യർമലൂന എന്നതിലെ യൻമു എന്ന 4 അക്ഷരങ്ങൾ ഇദ്ഗാം ബിഗുന്നയിലും, അതേപോലെ ബാക്കി അക്ഷരം നിങ്ങൾക്ക് അറിയാലോ, റാഉം ലാമും അല്ലേ, അല്ലെങ്കിൽ ലാമും റാഉം. ഇത് 2 അക്ഷരങ്ങൾ ഇദ്ഗാം ബിലാ ഗുന്നയിലും വരും. ഓക്കെ, ഒന്നുകൂടെ ആ അക്ഷരങ്ങൾ ഈ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എഴുതാനൊക്കെ എളുപ്പമുണ്ടാവും. യർമലൂന എന്ന 6 അക്ഷരങ്ങളും ഇദ്ഗാമിന്റെ അക്ഷരങ്ങളാണ്. പക്ഷെ അതിൽ 2 എണ്ണം മണിക്കാതെ ഇദ്ഗാം ചെയ്യേണ്ടതാണ്. അതായത് നൂന് സാക്കിന ലാമിലാണ് ലയിക്കുന്നതെങ്കിൽ, ഉദാഹരണം ഞാൻ ഇവിടെ തന്നെ പറയാം, ഈ സ്ലൈഡ് തന്നെ നോക്കി കാണാം. പിന്നെ നമ്മള് നൂന് സാക്കിന, അപ്പൊ മൻ എന്നിടത്ത് മീമ് ഫത്ഹ നൂന് സാക്കിന മൻ. പിന്നെ ലം എന്ന് വരികയാണ്, ലം.
ലാം ഫത്ഹ. അപ്പൊ മൻ ല എന്നത് നമ്മൾ ഇദ്ഗാം ചെയ്ത് കളയണം. നൂന് സാക്കിന ലാമിൽ ഇദ്ഗാമാവും, തീരെ മണിക്കാൻ പാടില്ല. നൂന് ഇല്ലാത്തതുപോലെ വേണം വായിക്കുക. മല്ല എന്ന് വായിക്കണം. മല്ല, മല്ലി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. മല്ലി, മല്ലി ഇല്ലേ, മല്ലി മുളകും അതേപോലെ തന്നെ മല്ല എന്ന് പറയണം. മൻ പ്ലസ് ല എന്നത് മല്ല എന്നാണ് പറയാ. മണിക്കാനും പാടില്ല, നൂന് തീരെ കേൾക്കാനും പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇദ്ഗാമാവും. അപ്പൊ റാ ആണെങ്കിലും അങ്ങനെ തന്നെ. മൻ പ്ലസ് റബ്ബുക്ക എന്നുള്ളത് മൻ റബ്ബുക്ക എന്ന് പറയില്ല, മറ എന്നാ പറയാ. നേരെ റായിലേക്കാ കിടക്കുക. മറ റബ്ബുക മറബ്ബുകുമായ മൂസ, മറബ്ബുകുമായ മൂസ. ചോദിച്ചാ മറബ്ബുകുമ, മൻറബ്ബുകുമ എന്നല്ല, മറ. അവിടെ നൂൻ സാക്കിന മുദ്ഗമ ഫിറ. എങ്ങനെ ഇദ്ഗാമായി? മണിക്കാതെ ഇദ്ഗാമായി. അതേപോലെ തന്നെ അതിന്റെ മറ്റൊരു സ്വഭാവം കംപ്ലീറ്റ് ഇദ്ഗാമായി. നൂന് തീരെ കേൾക്കാനില്ല. മറന്ന് ഞാൻ ഇവിടെ സ്ലൈഡ് എടുത്ത് കാണിച്ചിരുന്നു. ഇനി ഈ മുകളിൽ പറഞ്ഞ എൻമു എന്നുള്ള 4 അക്ഷരാണെങ്കിലോ, അതിലാകുമ്പോ ഇപ്പൊ യാ ആണെങ്കിൽ മീൻ യാ എന്നുള്ളത് മണിക്കുകയും വേണം, ഒരു പകുതി നൂന് കേൾക്കുകയും ചെയ്യും. മേയ, മേയ. അതുപോലെ നൂനിലേക്കാണെങ്കിൽ മിന്ന, കംപ്ലീറ്റ് നൂനിലേക്ക് ഇദ്ഗാമാവും. മീൻ മ ആണെങ്കിൽ മിമ്മ, അവിടെയും നൂന് കേൾക്കില്ല, മിമ മീമിലേക്ക് പോകും. വാവാണെങ്കിൽ മിയോ, ലേശം നൂന് കേൾക്കും, പിന്നെ വാവിലേക്ക്. ഓക്കെ. അപ്പൊ ഇദ്ഗാം ബി ഉന്ന 4 അക്ഷരത്തില്, ബിലാ ഉന്ന 2 അക്ഷരത്തില്. അടുത്ത സ്ലൈഡ് നോക്കൂ. അത് അതിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് വെറുതെ ചൊല്ലി നോക്കാൻ വേണ്ടിട്ടാ. അൻ പ്ലസ് യ ഐയ, ബൻ പ്ലസ് യ ബയ്യ, തയ്യ, സയ്യ, ജയ്യ. അപ്പൊ അവിടെ നൂന് യാ രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആയി ഇദ്ഗാമാവുക. നൂനിന്റെ ശബ്ദം ലേശം കേൾക്കുക, യാന് ചെറിയൊരു ശബ്ദിന്റെ രീതിയിൽ ഇങ്ങനെ കനം കൂടുക. വാവാണെങ്കിലും അങ്ങനെ തന്നെ. ഔവ, ബൗവ, തൗവ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഓരോ അക്ഷരങ്ങൾ ഏതിലായിരുന്നാലും വെറുതെ അക്ഷരങ്ങൾ കുറച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇനി എന്നാൽ ഇദ്ഗാം ബി ഗുന്നയുടെ തന്നെ അടുത്ത 2 അക്ഷരം നോക്കി നിങ്ങള്. യാവും വാവും എപ്പോഴായത്. ഇനി നൂനും മീമും ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ കാണാൻ നൂനും മീമും കണ്ടോ. അൻ പ്ലസ് മ, അൻ പ്ലസ് മ, അൻമ എന്നല്ല പറയാ. നൂന് തീരെ കേൾക്കൂല. ഇദ്ഗാം ബി ഗുന്ന ആണ് എന്ന് മാത്രമല്ല, കാമിലാണ്. കാമിലാണ്. കാമിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. നൂൻ സാക്കിന മുദ്ഗമ കംപ്ലീറ്റ്ലി ഫി മീം. നൂൻ സാക്കിന മുദ്ഗമ കംപ്ലീറ്റ്ലി ഫി നൂന്. മീമിലും നൂനിലും നൂനു സാക്കിന ഇദ്ഗാമാവുമ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇദ്ഗാമാവും, മണിക്കുകയും ചെയ്യണം. മനസ്സിലായോ? എന്നാൽ ബാക്കിയുള്ളതില് യാലു വാവിലോ അങ്ങനെ ആവൂല. കംപ്ലീറ്റ് ഇദ്ഗാമല്ല, ദേശ യാ കേൾക്കും. അയ്യ, അയ്യ എന്ന് പറയില്ല. അയ്യ, അയ്യ, ബയ്യ. ബൻ പ്ലസ് യാ ബയ്യ എന്ന് പറയില്ല, ബയ്യ. ഹുദൻ പ്ലസ് വ എന്നുള്ളത് ഹുദൻ. ഹുദവ്വ എന്ന് പറയാതെ, ഹുദവ്വ, ഹുദവ്വ എന്ന് പറയാതെ ലേശ തൻവീന് കേൾക്കും. ഹുദവ്വ, ഹുദവ്വ. അപ്പൊ അവിടെയും കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇദ്ഗാം ബിലാ ഉന്നയിലും അതേപോലെ തന്നെ കേട്ടോ, തീരെ കേൾക്കൂല, കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഈ 4 പദങ്ങൾ നോക്കൂ. ഒന്നാമത്തത് അൻ പ്ലസ് യഹ്സിഫ, ഷഹീഖൻ പ്ലസ് വഹിയ, തിബാഖൻ പ്ലസ് മാ, ഇളാമൻ പ്ലസ് നഖിറ. ഇവിടെയൊക്കെ നൂന് സാക്കിന് ശേഷം യാ വന്നു ആദ്യത്തേല്. അടുത്ത തൻവീനു ശേഷം വാവ് വന്നു. അടുത്ത തൻവീനു ശേഷം മീമ് വന്നു. അടുത്ത തൻവീനു ശേഷം നൂന് വന്നു. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം? യൗമൻ എന്ന എൻമു എന്ന അക്ഷരം വന്നു. ആദ്യത്തേല് യാ വന്നു, പിന്നെ അവസാനം നൂന് വന്നു, എൻ. പിന്നെ മൂന്നാമത്തേല് മീമ് വന്നു, എൻ മു. പിന്നെ വാവ് വന്നു രണ്ടാമത്തേല്, എൻ മൂ. ഉണ്ടാ എല്ലാം വന്നു.
ഇദ്ഗാം ബി ഉന്നയുടെ 4 അക്ഷരം എങ്ങനെ വായിക്കും? അൻ യഖ്സിഫ, അൻ യഖ്സിഫ ഷഹീഖൻ വഹിയ, ഷഹീഖൻ വഹിയ എന്ന് ഓതരുത്. ഇൽഹാറാക്കാൻ പറ്റില്ല. ഇൽഹാറാക്കുന്നത് ഹൽക്കിന്റെ അക്ഷരങ്ങളിൽ മാത്രമാണ്. ഇവിടെ എൻമു അക്ഷരങ്ങൾ ഇദ്ഗാം ബി ഗുന്നയാണ്. ഷഹീഖൻ വഹിയ തഫൂർ. അടുത്ത് മീമിലാണ്. തിബാഖം മാ, അവിടെ ഇദ്ഗാമാണ്. ഇദ്ഗാമാണെന്ന് മാത്രമല്ല, നേരത്തെ അയ്യ എന്ന് പറഞ്ഞപ്പോൾ നൂന് ലേശം കേട്ടു, ഷഹീഖൻ വ പറഞ്ഞപ്പോൾ തൻവീന് ലേശം കേട്ടു. തിബാഖം എന്ന് പറയുമ്പോൾ തൻവീന് തീരെ കേട്ടില്ല, നേരെ എന്ന് മാറി. മീമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തൻവീൻ ഇദ്ഗാമായി പോയി. ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗം ഫി മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ, മണിച്ചുകൊണ്ടാണ് ഇദ്ഗാം ചെയ്യുക. നമ്മൾ സാധാരണ നീട്ടൂലേ, അതുപോലെയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അധികമായാലോ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് മണിക്കാൻ പറ്റും. മണിക്കുമ്പോൾ തിബാഖം മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് എന്ന് പറയും. തിബാഖം മാ, അതുപോലെ ഇളാമൻ തൻവീന് മൻ, പിന്നെ നൂന് തന്നെ. അപ്പൊ അവിടെ ഇദ്ഗാം ബി ഗുന്ന കാമിൽ, കംപ്ലീറ്റ്ലി ഇദ്ഗാമായി. ഇളാമൻ നഖിറ. അപ്പൊ ചിലര് വിചാരിക്കുവേ നൂന് കേൾക്കുന്നുണ്ടല്ലോ എന്ന്. കേൾക്കുന്നുണ്ട്, രണ്ടാമത്തെ നൂനാ കേൾക്കുന്നത്. ഇളാമൻ എന്ന തൻവീനല്ല കേൾക്കുന്നത്, നഖിറ എന്ന നൂനിന് കട്ടി കൂട്ടി മണിക്കുന്നതാണ് കേൾക്കുന്നത്. അവിടെ എങ്ങനെ തഹജി പറയാപ്പോ? തഹജ്ജി നമുക്ക് പറയാം. ഐ യഖ്സിഫ, അലിഫ് ഹംസ ഫത്ഹ നൂൻ സാകിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ, നൂൻ സാകിന മുഖ്ഫ ഇൻദ. അവിടെ ഒരു പിന്നെ ഒന്ന് സ്ലൈഡ് ഞെക്കൂ സർ. നൂൻ സാകിന മുദ്ഗമ, യെസ്, നൂൻ സാകിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ. അയ്യ ഖാ സുകൂൻ യഖ്, സീൻ കസ്റ സി യഖ്സി, ഫ ഫത്ഹ ഫ യഖ്സിഫ. യഖ്സിഫ, അയ്യ എന്നല്ല, ഒരു നൂന് പാർഷ്യലി നൂന് കേൾക്കും. ഈ ഇദ്ഗാം പാർഷ്യലിയാണ്, കംപ്ലീറ്റ് ഇല്ല. ഇദ്ഗാം പാർഷ്യലി, യായിലും വാവിലും നടക്കുന്ന ഇദ്ഗാം ബി ഗുന്ന പാർഷ്യലി ആയിരിക്കും. എന്നാൽ മീമില് നൂനിലും ഉള്ള ഇദ്ഗാം ബി ഗുന്നയും റായിലും ലാമിലും ഉള്ള ഇദ്ഗാം ബിലാ ഗുന്നയും കംപ്ലീറ്റ്ലി ഇദ്ഗാമായിരിക്കും. ഷഹീഖം വ നോക്കൂ തഹജി. ഷീൻ ഫത്ഹ ഷ, ഹാ കസ്റ യാ മത്തബി ഹറകതാൻ ഹി ഷഹി, ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ്. ഇനി വാവാട്ടോ ശേഷം വന്നത്, തൻവീൻ ശേഷം വാവ് വന്ന ഇദ്ഗാം ബി ഗുന്നയാണ്. നൂൻ സാകിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ. അയ്യ, അത് തന്നെ കുറച്ചുകൂടെ പ്രോഗ്രസ് ആയ ആളുകൾക്ക് വേണമെങ്കിൽ നൂൻ സാകിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ ഇദ്ഗാം നാഖിസ് അയ്യ എന്ന് പറയാവുന്നതാണ്. ഷഹീഖം വ സെയിം ഇദ്ഗാം നാഖിസ്. ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗം ഫി വാവിൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ ഇദ്ഗാം നാഖിസ് ഷഹീഖൻ വഹിയ തഫൂർ. ആയത്തിന്റെ ബാക്കിയാണ്. തിബാഖം മാ, അവിടെ ഇദ്ഗാം കാമിലാവും. എങ്ങനെ ചേർക്കാം? ത കസ്റ തി, ബ ഫത്ഹ അലിഫ് മത്തബി ഹറകതാൻ ബ തിബ. ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗം ഫി മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹറകതൈൻ ഇദ്ഗാം കാമിൽ അലിഫ് മത്തബി ഹറകതാൻ. طباقا ما
طباقا عظاما نخرا عين كسرة ضاء فتحة مفخمة ألف مد مفخمة مط به حركتان ضاء عظا ميم تنوين بالفتح مدغم في النون المفتوحة بغن حركتين إدغام كامل عظاما خاء كسرة خي نخي راء فتحة مفخمة را نخيرا ها ساكنة عند الوقف نخيرة عظاما نخيرا. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ ഇപ്പൊ തന്നെ ചോദിക്കാം. എന്നിട്ട് ഈ സ്ലൈഡ് സാർ ഏതാ കൺഫ്യൂഷൻ? എന്താ കൺഫ്യൂഷൻ ആയത്? തഹജി പറഞ്ഞപ്പോ ഒന്നുകൂടി കൺഫ്യൂഷൻ ആയി. നിങ്ങൾ കാമിലും നാക്കിസും തഹജ്ജിയിലും ഉപയോഗിക്കാതിരിക്കുക. കാമിലും നാക്കിസും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ്? ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് എന്നുള്ളതല്ലേ? അതെ അതെ. നാക്കിസ് എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്, കാമില് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പൂർണ്ണമായിട്ട്. അപ്പൊ എന്താണ് ഭാഗികവും പിന്നെ അതേപോലെ പൂർണ്ണമാവുന്നത്? നൂനിനെ ഇദ്ഗാം ചെയ്യുന്നത്. അത് മനസ്സിലാവുണ്ടോ? ഓതുമ്പോ മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെ, ആ കേൾക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ തഹജ്ജിൽ എന്ത് ചെയ്താൽ മതി? അയ്യഖ്സിഫ നൂൻ സാകിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ദുന്ന ഹറകത്തൈൻ, അത്ര മതി. അയ്യ തിബാഖമ്മ ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗമ ഫി മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹറകത്തൈൻ തിബാഖമ്മ ശഹീഖൻ വ ഖാഫ് തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗം ഫി വാവിൽ മഫ്തൂഹ ബിഗുന്ന ഹറകത്തൈൻ. ഇദ്ഗാം ചെയ്യുമ്പോൾ ഇദ്ഗാം ബിഗുന്ന ആയതുകൊണ്ടാണ് ബിഗുന്ന ഹറകത്തൈൻ പറഞ്ഞത്. അത് ലാമിലും റായിലും ആണ് പറയേണ്ട. നമ്മൾ ഉദാഹരണം എത്തുമ്പോൾ പറഞ്ഞു. ഇദ്ഗാമൻ നഹിറ നഖിറ മീം തൻവീൻ ബിൽ ഫത്ഹ് മുദ്ഗമ ഫി നൂനിൽ മഫ്തൂഹ ബിഗുന്ന ഹറകത്തൈൻ മന്ന ഇളാമൻ നഖിറ. മനസ്സിലായ? ഇനി പിന്നെ തഹജ്ജി നോക്കൂ, അപ്പൊ ക്ലിയർ ആവും. അതാ, അത് കംപ്ലീറ്റ് അടിച്ചോളൂ. തഹജ്ജി മൊത്തം വരട്ടെ. ലിമൻ യഖ്ഷ എന്നുള്ളടത്ത തഹജ്ജിയാണത്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നൂൻ സാക്കിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ ബിഗുന്ന ഹറകത്തൈൻ. ഇവിടെ ലിമൻ എന്നുള്ള നൂനാണ് നൂൻ സാക്കിന എഴുതിയത്. ആ നൂൻ എന്തായിപ്പോയി? മുദ്ഗമ, അതായത് ലയിച്ചു ചേർന്നു. മുദ്ഗമ ലയിപ്പിക്കപ്പെട്ടു. എന്തിലാ ലയിപ്പിക്കപ്പെട്ടത്? ഫി യാഇലാണ്, യഖ്ഷ എന്നുള്ള യാഇലാണ് ലിമൻ എന്ന നൂന് സാക്കിന ഇദ്ഗാമായത്. അത്രേ ഉള്ളൂ ഇതിൽ തഹജ്ജി. ബാക്കി നമ്മൾ യാന്റെ ഹാല് പണ്ട് പഠിച്ചത് പറയാണ് യാ മഫ്തൂഹ ഫത്ഹുള്ള യാ ആണ് എന്ന്. പക്ഷെ ഗുന്ന ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ പാട് ചെയ്തിട്ടുണ്ട്. ബി ഗുന്ന ഹറകത്തൈൻ, 2 ഹറക്കത്ത് മണിക്കണം. ഇദ്ഗാം ബി ഗുന്ന ചെയ്യുമ്പോൾ മണിക്കണം. ബി ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കണം, മണിച്ചുകൊണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. അങ്ങനെയാണ് ഇതിൽ ഇബ്റത്തൻ എന്നുള്ള തൻവീന് ശേഷം ലാമ് വരുന്നുണ്ട് അല്ലേ? ഇദ്ഗാം ബിലാ തന്നെയാണ്. അത് നമ്മൾ അടുത്ത് ഇന്ന് തന്നെ പറഞ്ഞുതരാം. അതിന്റെ താഴെ വരുന്നുണ്ട്, തൊട്ടുടനെ വരുന്നുണ്ട്. ഇത് ഓരോരുത്തരൊന്ന് പാരായണം ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് തഹജ്ജിയും പറഞ്ഞു നോക്കൂ. ആ ബഷീർ സാഹിബ് വരൂ. ഓക്കെ, പാരായണം കറക്റ്റ് ആണ്. ബാറകല്ലാഹ്. തഹജ്ജി ഒന്ന് പറഞ്ഞു. ذا تنبين بالكسرة مضمة في ياء المفتوحة بغن حركتين بغن حركتين. എനിക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തൽക്കാലം കണ്ടാക്കട്ടെ. യെസ്, ബിഗുന്ന ഹറകത്തൈൻ. അപ്പൊ എങ്ങനെ വായിക്കും?
അവിടെയാണ് നമ്മൾ പറഞ്ഞത് നാഖിസ് എന്നൊരു പേര് പറഞ്ഞത്. ഇദ്ഗാം എന്ത് ഇദ്ഗാമാണിത്? ഇദ്ഗാം നാഖിസ് ആണ്. ഈ ഇദ്ഗാമിന് 4 സ്വഭാവമുണ്ട്. ഒന്ന്, ഇദ്ഗാം മണിച്ചുകൊണ്ട് ചെയ്യും. 2, മണിക്കാതെ ഇദ്ഗാം ചെയ്യും. 3, ഭാഗികമായി ഇദ്ഗാം ചെയ്യും. 4, പൂർണ്ണമായി ഇദ്ഗാം ചെയ്യും. ഇങ്ങനെ 4 സ്വഭാവമുണ്ട് ഇദ്ഗാമിന്. നമ്മൾ ക്ലാസ്സിൽ അവസാനം പറയാൻ പോകുന്നുണ്ട് ഇദ്ഗാം ബേസിക്കലി 3 ടൈപ്സ് ആണ്. ഒരേ അക്ഷരം തമ്മിൽ പരസ്പരം ഇദ്ഗാം ആവുക, ഒരു മഖ്റജിൽ നിന്നുള്ള 2 അക്ഷരം തമ്മിൽ ഇദ്ഗാം ആവുക, അടുത്തടുത്ത മഖ്റജിലെ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ആവുക എന്നിങ്ങനെ 3 ഇദ്ഗാമാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിലുള്ളതല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാണ്, പിന്നെ പറയും. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടരുത്. 3 തരത്തിലുണ്ട്. ഒന്ന്, സെയിം ലെറ്റർ തമ്മിൽ ഇദ്ഗാം ആവുക. ഉദാഹരണത്തിന് റബിഹത്ത് തിജാറ, റബിഹത്ത് തിജാറത്ത് എന്നുള്ള ഉദാഹരണം. റബിഹത്ത് തിജാറ, റബിഹത്ത് തിജാറ. ബൽ പ്ലസ് ലാ, ബല്ല എന്നാ പറയാറുള്ളത്. അത് സെയിം ഇദ്ഗാം, ഇദ്ഗാം സെയ്മേനി എന്നാ പറയുന്നത്. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുക. ഇനി ഒരു മഖ്റജിൽ നിന്നുള്ള 2 അക്ഷരങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത അക്ഷരം. ഇപ്പൊ ഉദാഹരണത്തിന് ബാവും മീമും ചുണ്ടിന്റെ അക്ഷര, അത് തമ്മിൽ ഇദ്ഗാം ആവും. എല്ലാ സ്ഥലത്തും അല്ല. ഇർക്കബ് മാന എന്നുള്ളടത്ത് ഇർക്കബ് മാന അത് ഓതുക, ബാ മീമിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇദ്ഗാം ആവും. യാ ബുനയ്യർകം മാന എന്ന് ഓതുക, ബാ കേൾക്കൂല, ബാ ഇദ്ഗാം. അങ്ങനെയുള്ളതിനാണ് ഇദ്ഗാം മുത്തജാനിസ് എന്ന് പറയാം. ഒരേ ജനുസിൽപ്പെട്ട 2 അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ആവുക. ഇനി വേറെ ഉള്ളത് ഇദ്ഗാം മുതഖാരിബാണ്. അടുത്ത നിയറസ്റ്റ് ആയ 2 മഖ്റജിലുള്ള അക്ഷരങ്ങൾ. അത് ഉദാഹരണമാണ് ബൽ റബ്ബുക്കും, ബർറബ്ബുക്കും എന്നാ പറയാ. ബൽ റബ്ബുക്കും എന്നുള്ളത് ബർറബ്ബുക്കും, ഖുൽ റബ്ബി ഖുർറബ്ബി എന്നാണ് പറയാ. അപ്പൊ അത് ഇദ്ഗാം മുതഖാരിബാണ്. അപ്പൊ ആ 3 ഇദ്ഗാമാണ് ബേസിക്കലി 3 ടൈപ്സ് ഓഫ് ഇദ്ഗാം. ഈ 3 ഇദ്ഗാമുകൾക്കും ഉള്ള സ്വഭാവ വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ചിലപ്പോൾ മണിക്കേണ്ടി വരും, ചിലപ്പോൾ മണിക്കാൻ പറ്റൂല. ചില അക്ഷരത്തിലേക്ക് മണിക്കണം, ചില അക്ഷരത്തിലാകുമ്പോൾ മണിക്കാൻ പറ്റൂല. ഇനി മണിക്കുന്നത് തന്നെ ചിലത് കംപ്ലീറ്റ് ആയിട്ട് ഇദ്ഗാം ചെയ്യും. നൂന് തീരെ കേൾക്കാതെ, ലാമ് തീരെ കേൾക്കാതെ, മീമ് തീരെ കേൾക്കാതെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. ചിലത് കുറച്ച് കേൾക്കും. അങ്ങനെയാണ് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇദ്ഗാം കാമില്, ഇദ്ഗാം നാഖിസ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ പേടിക്കണ്ട. കാമിലും നാഖിസും നിങ്ങൾ പിന്നീട് പഠിച്ചോ. ഹുദം വറഹ്മ ഖൗമം യൗമഇദിൻ നാഇമ. ഇവിടെ ഞാൻ വേറൊരു ഗുഡ്നസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഖുർആനിൽ സാധാരണഗതിയിൽ ഇങ്ങനെ എഴുതി കാണാം. യൗമഇദിൻ യസ്തു എന്നുള്ളതും ഹുദം വ എന്നുള്ളതും ഖൗമം എന്നുള്ളതും യൗമഇദിൻ നാഇമ എന്നുള്ളതും 4 ഇദ്ഗാം ബിഗുന്നയാണ് അല്ലേ? പക്ഷെ 2 എണ്ണത്തിലെ ശദ്ദിട്ടുള്ളൂ. ഏതിലൊക്കെ ശദ്ദിട്ട്? നൂനിന്റെ കേസിലും മീമിന്റെ കേസിലും. മീമിന്റെ നൂനിന്റെയും കേസിലെ ശദ്ദിട്ടിട്ടുള്ളൂ. മറ്റൊരു ശദ്ദിടാത്ത എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ശദ്ദ എന്തിനായിരിക്കും? ഒരടയാളമാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം തന്നേ ഉള്ളൂ. അടുത്തുകളല്ലേ അതൊക്കെ? അല്ല അല്ല അല്ല, അതുകൊണ്ടല്ല. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 എണ്ണത്തിലും നൂനിന്റെ ശബ്ദം അല്പം കേൾക്കുന്നുണ്ട്. അതായത് ഇദ്ഗാം പാർഷ്യലിയാണ്. അത് അറിയിക്കാൻ വേണ്ടി ശബ്ദിടാതിരുന്നതാ. അടുത്ത 2 മീമിലേക്കും നൂനിലേക്കും ഇദ്ഗാം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇദ്ഗാം ആവും, കാമിലാണ്. അതുകൊണ്ട് അത് മീമിന് ശബ്ദിട്ടു, നൂനിന് ശബ്ദിട്ടു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? ഇദ്ഗാം കാമിലാവുമ്പോഴാണ് ശബ്ദിടുക. അത് ലാമിലും റായിലും ഒക്കെ ഇടും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാമിലും അടുത്ത വരുന്ന ലാമ് റാ എന്ന് പറഞ്ഞ ഇദ്ഗാം ബിലാവുന്നന്റെ അതിലും കംപ്ലീറ്റ് ആയതുകൊണ്ട് റാഇനും ലാമിനും ശബ്ദിടാറുണ്ട്. നിങ്ങൾക്ക് കാണാം. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കും. അല്ല ഉസ്താദേ, ഒരു കാര്യം. ഓ, ഈ യൗമ ഇതിൻ നായിമ എന്ന് പറയുന്ന നായിമ എന്ന് പറയുമ്പോ ഒറിജിനലി ആ നൂനിന് ശബ്ദുണ്ടോ? അത് ഇദ്ഗാമിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് വന്നതാണോ? കേട്ടില്ല, മനസ്സിലായില്ല. യൗമ ഇതിൻ നായിമ എന്നത്
നായിമ എന്ന പദത്തിന് ഒറിജിനലി ശബ്ദം ഉണ്ടായിരുന്നു അതോ ഇല്ല. അത് നാഴിമത്തുമില്ല മാ എന്നൊന്നുമില്ല, നാഴിമത്തുന്നേ ഉള്ളൂ. നാഴിമത്തുന്ന് വാക്കില്ല. അത് ഇദ്ഗാം ചെയ്തപ്പോ കൂട്ടിക്കെട്ടിയപ്പോ മുഴച്ചതാണ്. അതെ അതെ അതെ. അപ്പൊ ഇദ്ഗാമിന്റെ ഇഫക്റ്റ് ആണ് ശബ്ദ്. ഇദ്ഗാമിന്റെ എഫക്റ്റ് ആണ്. അതായത് രണ്ട് കയറിന്റെ അറ്റത്തിൽ കെട്ടൊന്നുമില്ല, പക്ഷെ രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയപ്പോ മുഴച്ചു. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കും. അത് യസ്ദുറു എന്നുള്ളതിനും റഹ്മത്ത് എന്നുള്ളതിനൊക്കെ പാരായണത്തിൽ ശബ്ദ അല്പം വരുന്നുണ്ട്. പക്ഷെ ശബ്ദ എഴുതാതിരുന്നത് ഇവിടെ ഇദ്ഗാം ചെയ്യുന്നത് നാഖിസാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാമിലാണ്. ഇവിടെ കാമിലാണ്. ചില ഖുർആനില് നാഖിസിനും കാമിലിനും ഒക്കെ ശബ്ദ ഇടാറുണ്ട്. ഇതാ നോക്കൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു രണ്ട് ഷെഡ് ചില ഖുർആനിൽ ഉണ്ട് എന്ന് പറയുമല്ലോ. അപ്പൊ അതിന്റെ നമ്മള് ഹർക്കത്തിന്റെ ഇത് നോക്കി നമ്മൾ ഓതേണ്ടി വരൂലേ? എന്ത് നോക്കി? സാറ് പറഞ്ഞല്ലോ ചില ഖുർആനിൽ നാക്കിസിനും കാമിലിനും ഷെഡ് ഇട്ടിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഓതുമ്പോ അങ്ങനെ ഓതേണ്ടി വരൂ? ഒന്ന് നാക്കിട്ട് നോക്കാം. ഓതുമ്പോ എന്തായാലും ശബ്ദ ഉണ്ടല്ലോ. യൗമ ഇദി യസ്ദുറു ഹുദൻ വറഹ്മ ഖൗമൻ മാ യൗമ ഇദിൻ നാഇമ ഒക്കെ സെയിം ആണ്. പക്ഷെ വ്യത്യാസം എന്തിലാ? ഹുദൻ എന്ന തൻവീനിന്റെ ശബ്ദം യൗമ ഇദിൻ എന്ന തൻവീനിന്റെ ശബ്ദം യായിലേക്ക് കയറുമ്പോഴും വാവിലേക്ക് കയറുമ്പോഴും അല്പം ബാക്കിയായിരിപ്പുണ്ട്, കേൾക്കുന്നുണ്ട്. പാർഷ്യലി മാത്രമേ തൻവീൻ ഇദ്ഗാമായിട്ടുള്ളൂ എന്നറിയിക്കാനാണ്. ആ മാറ്റം എന്തായാലും പാരായണത്തിൽ ഉണ്ടാവും. ഓക്കെ. ശ്രദ്ധിട്ടാലും ഇട്ടിട്ടില്ലെങ്കിൽ, ഇനിയിപ്പോ കൗമമ്മ എന്നുള്ളിടത്ത് ശ്രദ്ധിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ മണിച്ചെണ്ണോതണം. മനസ്സിലായോ? കേൾക്കുമ്പോ മനസ്സിലാവുണ്ടല്ലോ ഒന്ന് പാർഷ്യലി ആണെന്നും ഒന്ന് ഇതാണെന്നുള്ളത്, കംപ്ലീറ്റ്ലി ആണെന്നുള്ളതും മനസ്സിലാവണം. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഓതുന്നത് തെറ്റിന്ന് അർത്ഥം വരൂലേ? കേൾക്കുമ്പം മനസ്സിലാകുന്നത് തന്നെ മൂന്നാമതായ ഒരാൾക്കല്ലേ, ഓതുന്ന ആൾക്ക് മനസ്സിലാക്കാനല്ലേ എഴുത്തിലെ നിയമങ്ങള്. നിങ്ങൾക്ക് ഓടിയില്ല. യെസ്. ചിലർക്കത് മനസ്സിലായി. കേൾക്കുമ്പം തന്നെ മനസ്സിലാവുമല്ലോ ഇദ്ഗാം നാഖിസാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഓക്കെ, അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്നാൽ ഓതുന്ന ആൾക്ക് ഇത് ഇദ്ഗാം നാഖിസാണോ എന്ന് അറിയണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് കാണണം. അതിനാണ് ഖുർആനില് അലാമത്തുകൾ കൊടുക്കുന്നത്. ഇപ്പൊ മദ് മുത്തസിൽ ഓതുന്ന ആൾക്ക്, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ, അവിടെ ഹംസ വന്നിട്ട് മുത്തസിലാക്കിയതാണ്. പക്ഷെ കാണുന്ന ആൾക്ക്, നോക്കി ഓതുന്ന ആൾക്ക് അവിടെ അലാമത്ത് കാണുമ്പോൾ മനസ്സിലാവും. ഓടിയോ? പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നമ്മുടെ സമയം അതിക്രമിക്കുന്നു. ഇവിടെ 4 പദങ്ങൾ കാണാം. ആൽ ഇമ്രാൻ 185, അൻആം 99, സഫ് 4, റാഅദ് 4. ഇത് ഞാൻ ചില എക്സാമ്പിൾസ് എഴുതി എന്നേ ഉള്ളൂ. ഈ 4 പദങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇദ്ഗാം ബി ഗുന്ന ചെയ്യേണ്ടതല്ലേ? യെസ് ഓർ നോ? നാം ഇപ്പോൾ പറഞ്ഞ തിയറി അനുസരിച്ച് ഈ 4 പദങ്ങൾ ഇദ്ഗാം ബി ഗുന്നയുടേതല്ലേ? പക്ഷെ ഖുർആനിൽ ആകെ 4 പദങ്ങൾ, അതാണ് നമ്മൾ ഈ എഴുതിയത്. ഈ 4 പദങ്ങൾ നിങ്ങൾ ഇദ്ഗാം ചെയ്യരുത്. ഇൽഹാറാണ്. ഇൽഹാർ മുത്ലഖ്, നിരുപാധികം വെളിവാക്കണം, മണിക്കാനും പാടില്ല. 1 അദ്ദുനിയ അല്ലെങ്കിൽ ദുനിയ, 2 ബുനിയാൻ, 3 ഖിൻവാൻ, 4 സിൻവാൻ. ഞാൻ എന്തിനാ ഈ സൂറത്ത് നമ്പർ ഇട്ടെന്നറിയോ? ഈ ആയത്ത് നമ്പറും സൂറത്തിന്റെ നമ്പറും ഇട്ട് ഇത് കണ്ടിട്ട് ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കണം.
തഫ്സീർ പരിശോധിച്ച് അർത്ഥം കണ്ടുപിടിക്കണം. ദുനിയ എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, വന്നിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, ആലിമ്രാനിലെ 185 ദുനിയ മാത്രമല്ല, എല്ലാ ദുനിയാവ് മുഴുവനും കേട്ടോ, ഖുർആനിലുള്ള മുഴുവൻ ദുനിയായും എന്താണ്? ഇൽഹാറാണ്, ഇദ്ഗാം ചെയ്യണ്ട. അവിടെ കൊണ്ടുപോയിട്ട് എന്ന് നൂൻ സാക്കിന മുദ്ഗമ ഫി യാഇൽ മഫ്തൂഹ എന്ന് പറയണ്ട, ബിഉന്നറക്കത്തേൻ പറയണ്ട. അവിടെ നൂനിന് സുക്കൂൻ ഇട്ടിട്ടുണ്ട്. സുക്കൂൻ ഇടുന്നത് വെളിവാക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ സുക്കൂൻ ഇടുള്ളൂ. അദ്ദുനിയാ സമാ അസ്സമാ ഇലാ സമാഇദ്ദുനിയാ അൽ ഹയാത്തുദ്ദുനിയാ ദുനിയാ ദുൻ നൂൻ സാക്കിന മുൽഹറ പിന്നെ യാ ഫത്ഹ അദ്ദുനിയാ എന്ന് തന്നെ പറയണം. ബുനിയാൻ സൂറത്തു സഫിലെ 4-ാമത്തെ ആയത്തിലുണ്ട്. കഅന്നഹും ബുനിയാനും മർസൂസ് എന്ന് പറയുന്നു. ഖിൻവാൻ അൻആമിലുണ്ട്. ഖിൻവാൻ, സിൻവാൻ റഅദിലെ 4-ാമത്തെ ആയത്തിൽ 2 സ്ഥലത്തുണ്ട്. സിൻവാൻ. ഓക്കെ, അവിടെ ചെറുതായി ഞാൻ എഴുതിയ കാണുന്നുണ്ട്. ഹുനാക അർബഉ കലിമാത്തിൻ ഫിൽ ഖുർആനി ഹുറൂഫുഹ ഹുറൂഫുൽ ഇദ്ഗാം. ഖുർആനിലെ 4 പദങ്ങൾ, അതിൽ നൂന് സാക്കിനയ്ക്കു ശേഷം വരുന്ന അക്ഷരങ്ങൾ ഇദ്ഗാമിന്റെ അക്ഷരങ്ങളാണ്. വലക്കിൻ പക്ഷേ ലാ തുദ്ഗമു, അത് ഇദ്ഗാം ചെയ്യപ്പെടൂല. വതുസമ്മ ഇൽഹാറൻ മുത്ലഖൻ, അതിന് ഇൽഹാർ മുത്ലഖ് എന്ന് പറയാം. വഹിയ അദ്ദുനിയ, ബുനിയാൻ, ഖിൻവാൻ, സിൻവാൻ എന്നീ പദങ്ങളാണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഒരേ പദത്തിൽ തന്നെയാണ് നൂനുസാക്കിന് കഷി ഈ അക്ഷരം വരുന്നത്. ഈ 4 പദങ്ങളെ ഉള്ളൂ ഖുർആനിൽ. അതുകൊണ്ടാണ്. എനി ഡൗട്ട്സ്? യെസ്. 10-25 ആൾക്കാരുണ്ട്. 1-2 ഇമോജി ഒക്കെ വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും മനസ്സിലാവായിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഓർമ്മല്ല, അങ്ങോട്ട് വരുന്നില്ല. ആയിക്കോട്ടെ. ഒരു പദത്തിൽ തന്നെ ഒരു പദത്തിൽ തന്നെ ഈ നൂൻസാക്കിനക്ക് ശേഷം ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വരുന്ന ഈ 4 ഉള്ളൂ അപ്പൊ ഖുർആനില്? അതെ 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 അതെ. ഓക്കെ. ഇനി ഇതാ ഇവിടെ നോക്കൂ, നമ്മൾ ഒന്നും കൂടെ വിശദമായി പറയാൻ പോവാണ്. നേരത്തെ പറഞ്ഞ ഇർമലൂന എന്നതിലെ 4 അക്ഷരേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. റാവും ലാമും ബാക്കിയുണ്ട്. കണ്ടോ? ഹുറൂഫുൽ ഇദ്ഗാം യർമലൂന, എന്നിട്ട് അവിടെ യൻമു ഇദ്ഗാം ബി ഉന്ന ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇദ്ഗാം ബിലാ ഉന്നയുടെ റാ ലാമാണ്. റാ ലാമിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇദ്ഗാം ആവും. പക്ഷെ ഉന്ന ഉണ്ടാവില്ല, തീരെ മണിക്കാൻ പറ്റില്ല. റാ ലാം യർമുലൂന എന്നതിൽ റാ ലാം. ഓക്കെ, നോക്കൂ. അറബിഹിം കണ്ടോ നിങ്ങൾ ആദ്യം? അറബിഹിം, അതെ, ഇദ്ഗാം കാമിൽ ഫിർ റാ എന്ന് കാണാം. റായിലേക്ക് നൂനുസാക്കിനെ കംപ്ലീറ്റ് ഇദ്ഗാം ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എഴുത്തിൽ നൂന് എഴുതാതെ കാണിച്ചത്. നൂനില്ല, പാരായണത്തിൽ അറ എന്നേ വരാൻ പാടുള്ളൂ. അയിന് കഴിഞ്ഞിട്ട് ശബ്ദമുള്ള റാ മാത്രം. കാമിലായിട്ട് കംപ്ലീറ്റ്ലി അതിലേക്ക് പോയി. നൂന് കേൾക്കാൻ തന്നെ ഇല്ല, മാത്രമല്ല മണിക്കാനും പാടില്ല. എന്ന് പറയരുത്. മിൻ പ്ലസ് റിസ്കാണ്. മിർ റിസ്കിൻ. വലഇൻ പ്ലസ് റുദിത്തു ആണ്. വലഇറുദിത്തു വലഇറു. ഇനി നോക്കൂ, അതിന്റെ അസ്ൽ എന്താണെന്ന് നോക്കൂ. ബേസിൽ എന്താണുള്ളത് ശരിക്കും പദം? കണ്ടോ? ആൻ പ്ലസ് റബ്ബിഹിം. ഏതാ പദം?
അതെ, സുക്കൂനുള്ള നൂനായിരുന്നു. ആ സുക്കൂൻ എഴുതാത്തത് നൂന് റായിലേക്ക് ഇദ്ഗാമായിട്ടാണ്. എന്നിട്ട് വായിക്കുന്ന സമയത്ത് നൂന് തീരെ കേൾക്കൂല, കാരണം ഇദ്ഗാം കാമിലാണ്, കംപ്ലീറ്റ്ലി ഇദ്ഗാം. അറബ്ബിഹിം. ഇനി മിർറിസ്കിൻ എന്താ പദം നോക്കൂ, കണ്ട, മിൻ പ്ലസ് റിസ്കാണ്. അത് മിർറിസ്കായി, മിർരി 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 റാ തർക്കിക്കാണ്. മിർറിസ്കിൻ. മിൻറി പറയരുത്, മിൻറി അല്ല, മിർരി. ഓക്കെ. ഇനി വല ഇറുദിത്തു എന്താ, വല ഇൻ, വല ഇൻ പ്ലസ് റു, ഇൻ പ്ലസ് റു, ഇറു. വല ഇറുദിത്തു. തഹജ്ജി എങ്ങനെ ചെയ്യാ, അറബ്ബിഹിം ഐൻ ഫത്ഹ നൂൻ സാകിന മുദ്ഗമ എന്തില്, ഫിറാഇൽ മഫ്തൂഹ ബിഗൈരി ഗുന്ന, മണിക്കാതെ. ഗൈർ എന്ന് പറഞ്ഞാൽ കൂടാതെ, മണിക്കാതെ. ഓ ബിലാവുന്ന പറഞ്ഞാലും മതി, ബിലാവുന്ന പറഞ്ഞാലും മതി, ബിലാവുന്ന പറഞ്ഞാലും മതി, രണ്ടും സെയിം കറക്റ്റ് ആണ്. അറബ്ബിഹിം. മിർറിസ്കിൻ എങ്ങനെ താജ് ചെയ്യാ, ഒരാൾ താജ്. നൂൻ സാക്കിന മുദ്അമ ഫി ഫി ഫിറാഇൽ മക്സൂറ ബിലാവുന്ന. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മിർറിസ്കിൻ. ഇനി പോലെ ഇറുദിത്തു വേറൊരാൾ ചെയ്ത് നോക്കൂ. നൂൻ സാക്കിന മുദ്ഗമ ഫിറാഇൽ മദ്ലൂം മദ്മൂമ ബിലാ ഗുന്ന അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് പൂതിയാവുകയാണ്, ഇദ്ഗാം ഏതാണെന്ന് പറയണം, കാമിലാണെന്ന് പറയണോ, നാഖിസ് ആണെന്ന് പറയണോ, പുതിയാണോ, ഇദ്ഗാം കാമിൽ എന്ന് പറയാം, വിരോധമൊന്നുമില്ല. ഓക്കെ, ഇദ്ഗാം. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഇനി ലാമിലാണെങ്കിൽ എങ്ങനെയാ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇല്ലം. ശരിക്കില്ല, ഇല്ലം, ഇബ്രത്തല്ലി, മില്ലുകൂബ്, ഇതൊക്കെ കാമിലായിട്ട് ലാമില് പിന്നെ ഇദ്ഗാമായി പോയി. ആര്, നൂനു സാക്കിന. ഇതാ നോക്കുക, നിങ്ങൾ നോക്കുക, ലഇൻ പ്ലസ് ലം, കണ്ടോ, ലഇൻ. അവിടെ സുക്കൂനുള്ള നൂനുണ്ട്. ഇപ്പുറത്ത് നമ്മൾ കറുപ്പിൽ എഴുതിയപ്പോൾ സുക്കൂൻ ഒഴിവാക്കി, കാരണം ഇദ്ഗാം ചെയ്യുമ്പോൾ സുക്കൂൻ ഇടാറില്ലല്ലോ. പിന്നെ ലാമിന് ശബ്ദം കൊടുത്തു, കാരണം കംപ്ലീറ്റ് ആയിട്ട് നൂന് ലാമിലേക്ക് പോകും. പിന്നെ നൂന് കേൾക്കാതല്ല, ഇല്ല എന്നാ കേൾക്കാം. നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ ഇല്ലം, അത് തന്നെയാണ് ല ഇല്ലം. ല ഇല്ലം, ല ഇല്ലം, ല ഇല്ലം. നൂൻ സാകിന മുദ്ഗമ ഫിൽ ലാമിൽ മഫ്തൂഹ ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ബിലാ ഗുന്ന. ല ഇല്ലം തൻതഹി. ല്ലേ, ഇനി ഇബ്രത്തൻ ലിയോ, എഴുത്തിൽ തൻവീൻ ഉണ്ടാവും. നമ്മൾ ഇപ്പുറത്ത് ബ്ലാക്കിൽ എഴുതിയെടുത്ത് ലാസ്റ്റ് എഴുതിയെടുത്ത് എന്തില്ല, തൻവീൻ ഇല്ല, തല്ലീന്നേ ഉള്ളൂ. ഇക്കാക്കെന്നെ തല്ലി എന്ന് പറയില്ലേ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇക്കാക്കെന്നെ തല്ലി, അത് തന്നെയാണ് ല ഇബ്രത്തല്ലി. ഓ സോറി, ഞാൻ അവിടെ റെഡിൽ എഴുതിയപ്പോ ല ഇബ്തല്ലി എന്നായി പോയിട്ടുണ്ട് കേട്ടോ. യാസർക്കാവിടെ റാ എന്നോട് വിട്ടുപോയതാണേ. ഒന്ന് നിങ്ങള് PDF ഇടുമ്പോ റാ കൊടുക്കണേ. റാ വിട്ടുപോയി, ശ്രദ്ധിക്കണം എല്ലാരും. ഞാൻ എന്തോ റാ കട്ടായി പോയതാ. ഇല്ല, ഞാൻ അവിടെ കൊടുത്തതിൽ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ല ഇബ്തല്ലി അല്ല, ല ഇബ്റത്തല്ലി കേട്ടോ. തല്ല് കിട്ടേണ്ട എനിക്കാണ് ഇപ്പോ. ഓക്കെ. മില്ലുകൂബ് എന്താ നോക്കൂ, മിൻ പ്ലസ് ലുഗൂബാണ്. ആ നൂന് തീരെ കേൾക്കൂല, ലാമിലേക്ക് കേറിപ്പോയി. മില്ലു മില്ലു മില്ലു. നമ്മൾ മില്ലിൽ പോവാന്ന് പറയും, അരി പൊടിക്കാൻ മില്ല്, ഫ്ലോർ മില്ല്, അത് തന്നെ മില്ലുകൂബ്. മില്ലുകൂബ്. മണിക്കാൻ പാടില്ല, നൂന് കേൾക്കാൻ പാടില്ല. ഇദ്ഗാം കാമിൽ ബിലാ ഗുന്ന. ഓക്കെ, അങ്ങനെയെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാം. ഒരായത്തും കൂടെ നോക്കാം. ഇതിൽ രണ്ടും ഒന്നിച്ച് കാണിച്ചതാണ് ഞാൻ.
في ذلك لعبرة പ്ലസ് ലിമൻ പ്ലസ് യഖ്ഷ. ഞാൻ രണ്ടിനും നീലയും പച്ചയുമായി മാർക്ക് ചെയ്തിട്ടുണ്ട്, എഴുതിയതും ഒക്കെ അങ്ങനെയാണ്. അതൊന്ന് നോക്കിയാൽ മതി. ലഇബ്റതല്ലി ലഇബ്റതല്ലി തൻവീൻ ബിൽ ഫത്ഹ മുദ്ഗമ ഫിൽ ലാമിൽ മക്സൂറ ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ബിലാ ഗുന്ന. തല്ലി തല്ലി മയ്യ نون ساكنة مدغمة في ياء المفتوحة بغنة حركتين ميا. إن في ذلك لعبرة لمن يخشى. നേരത്തെ മണിച്ചു പോകും ചില ആൾക്കാർ. ലഇബ്റതൽ ലിമൻ എന്ന് പറയും. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. في ذلك لعبرة لمن يخشى. ഒരാളായത്ത് ഓതുവോ നേരത്തെ വരാത്ത ആള്? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. അവിടെ ഒന്ന് മണിച്ചുപോയി മണിക്കരുത്. അല്ല ഇവിടെ ലിമൻ അത് മണിക്കണം. തൻ പ്ലസ് ലി മണിക്കരുത്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ലഇബ്റതല്ലി എന്ന് വന്നല്ലോ. ഒരു നോർമൽ ശബ്ദം മതിലാമൻ. ലഇബ്റതല്ലി ലഇബ്റതല്ലി എന്നെ തല്ലി എന്നെ അവൻ തല്ലി. ലഇബ്റതല്ലി ലഇബ്റതൻ ലിമൻ യഖ്ശാ. യെസ് ഒന്നുകൂടെ ഒന്നുകൂടെ. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ബാറക്കല്ലാഹ്. പാരായണം ചെയ്ത് പരിശീലിക്കണേ. ക്ലാസ് കേട്ട് പോയത് കൊണ്ടായില്ല കേട്ടോ. ക്ലാസ്സിൽ മനസ്സിലായില്ല എന്ന് വിചാരിച്ച ആരും ഡൗൺ ആവരുത്. ആയത്തുകള് പാരായണം ചെയ്യുക, വാക്കുകൾ വായിക്കുക. അപ്പോൾ ഉസ്താദ് തിരുത്തുമ്പോൾ നമ്മൾ കാര്യം പഠിക്കും. അപ്പോഴാണ് ആ ക്ലാസ് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവുക. അല്ലാതെ ക്ലാസ് കൊണ്ട് മാത്രം മനസ്സിലാവൂല കേട്ടോ. മനസ്സിലാവൂല മീൻസ് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവൂല. വീട്ടുകാർക്ക് വെള്ളം വേണോ? വേണമെങ്കിൽ എടുത്ത് കുടിക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഈ സ്ലൈഡാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാഉന്നയും വരുന്ന ഒരു സ്ലൈഡാണ്. അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഇദ്ഗാം ബിലാഉന്ന തൻ ലി എന്നത് തല്ലി എന്ന് വായനയിൽ വരുമെങ്കിലും എഴുത്തിൽ തൻവീൻ ഉണ്ടാകും കേട്ടോ. ഞാന് അല്ലാതെ എഴുതി കാണിച്ചെടുത്ത് തൻവീൻ ഒഴിവാക്കി എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പക്ഷേ ഖുർആനിൽ തൻവീൻ ഒഴിവാക്കൂല, തൻവീൻ ഉണ്ടാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ലക്കും വലനാ ബിൽ ഖുർആനിൽ കരീം. നമ്മയൊക്കെ അള്ളാഹു അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരും രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم اغفر لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم أدخلنا الجنة يا رب العالمين. وصلى الله وسلم على نبينا محمد أشرف الخلق وآله وصحبه أجمعين. السلام عليكم ورحمة الله.